ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ നെവിൻ പൊട്ടിക്കരയുകയാണ്. അടുക്കളയിൽ വെച്ച് ജിഷിനും അതുപോലെ തന്നെ നിവിനും അതുപോലെ തന്നെ രഞ്ജിത്തും തമ്മിൽ വമ്പിച്ച ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സീനുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ നെവിൻ്റെ കയ്യിൽ ആകെ രക്തമോ അല്ലെങ്കിൽ കറിയോ പുരണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ആ സീൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിച്ചണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ മസ്താനി റീ എൻട്രി ചെയ്തതായും കാണാൻ വേണ്ടി സാധിക്കും. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമാണ് കിച്ചണിലേക്ക് വരുന്നത് എന്നും അല്ലാതെ ഒരു പണിയും എടുക്കുന്നില്ല എന്നാണ് രഞ്ജിത്ത് നമ്മുടെ കിച്ചണിൽ വെച്ച് പറയുന്നത്. ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, നിവിൻ ഒരു പണിയും എടുക്കുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റുകയില്ല എന്നും ഒറ്റക്ക് നിന്നുകൊണ്ട് പോലും ഞങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി തന്ന മനുഷ്യനാണ് നമ്മുടെ നെവിൻ, അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് നെവിൻ അക്ബർ വിളിച്ചു പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ജിഷിൻ പറയുന്നുണ്ട്, കിള്ളാക്കുട്ടിയല്ലേ കരയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നെവിൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത് നമുക്ക് ആ സീനിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ശൈത്യ, റെന, ഫാത്തിമ, ബിൻസി എന്നിവരെല്ലാം കൂടി വട്ടം കൂടി ഇരുന്നുകൊണ്ട് നമ്മുടെ നെവിനെ സമാധാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ജിഷിന്റെ പരാമർശത്തിന് എതിരായിട്ട് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, നിർത്തിക്കോ, ഇനി മേലാൽ ഇങ്ങനെ പറയാൻ വേണ്ടി നിൽക്കണ്ട എന്ന രീതി രഞ്ജിത്തിനെയും അതുപോലെ തന്നെ ജിഷിനും എതിരായിട്ട് അക്ബർ പറയുന്നതും നമുക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ റീ എൻട്രി നടത്തിയ ആൾക്കാർ എല്ലാവരും തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമ്മുടെ ഹൗസിനകത്ത് ഇപ്പോൾ പെരുമാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അവരെല്ലാം റീ എൻട്രി നടത്തിയതാണ്, അവർ ഒറിജിനൽ മത്സരാർത്ഥികൾ അല്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഇപ്പോൾ പുറത്തായ ഒരു വൈരാഗ്യം ഇപ്പോൾ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന 7 പേർക്കെതിരെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബിഗ് ബോസിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അയക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രൊമോ വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.